അറ്റോർണി ജനറൽ ആർ വെങ്കിട്ടരമണിയുടെ കാലാവധി നീട്ടി 2 വർഷത്തേക്കാണ് നീട്ടിയത്. ഇത് സംബന്ധിച്ച ഔദ്യോഗിക വിജ്ഞാപനം ഇറങ്ങി. ബൽറാം നെടുങ്ങാടി ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ബൽറാം, പറയൂ. സ്മിത, അറ്റോർണി ജനറൽ ആർ വെങ്കിട്ടരമണിയുടെ കാലാവധി നീട്ടി നൽകാനുള്ള തീരുമാനമാണ് കേന്ദ്ര സർക്കാർ എടുത്തിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ കാലാവധി ഈ സെപ്റ്റംബർ 30 അവസാനിക്കും. ഈ ഒരു പശ്ചാത്തലത്തിലാണ് കാലാവധി 2 വർഷത്തേക്ക് കൂടി നീട്ടി നൽകാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഒക്ടോബർ 1 മുതൽ 2 വർഷത്തേക്ക്, അതായത് 2027 സെപ്റ്റംബർ 30 വരെ അദ്ദേഹത്തിൻ്റെ കാലാവധി നീട്ടി നൽകാൻ ഔദ്യോഗികമായ വിജ്ഞാപനം ഇറങ്ങിയിരിക്കുകയാണ്. 2022 അദ്ദേഹം അറ്റോർണി ജനറലായി നിയമിതനാകുന്നത്. സെപ്റ്റംബർ 30 മുതലായിരുന്നു അദ്ദേഹത്തിൻ്റെ നിയമനം. തുടർന്ന് അദ്ദേഹത്തിൻ്റെ കാലാവധി അവസാനിക്കാനിരിക്കെയാണ് ഇപ്പോൾ വീണ്ടും അദ്ദേഹത്തിൻ്റെ കാലാവധി നീട്ടി നൽകാനുള്ള തീരുമാനമെടുക്കുകയും ഔദ്യോഗിക വിജ്ഞാപനം പുറത്തിറങ്ങുകയും ചെയ്തിരിക്കുന്നത്. രാജ്യത്തെ തന്നെ ഏറ്റവും മുതിർന്ന അഭിഭാഷകരിൽ ഒരാളാണ് സീനിയർ അഭിഭാഷകൻ ആർ വെങ്കിട്ടരമണി. 40 വർഷത്തിലേറെ നീണ്ട അനുഭവ സമ്പത്താണ് അദ്ദേഹത്തിനുള്ളത്. ഒട്ടേറെ നിർണായകമായ കേസുകളിൽ കേന്ദ്ര സർക്കാരിന് വേണ്ടി അദ്ദേഹം സുപ്രീം കോടതിയിൽ കഴിഞ്ഞ കാലങ്ങളിൽ ഹാജരായിരുന്നു. എന്തായാലും അദ്ദേഹത്തിന്റെ കാലാവധി നീട്ടി നൽകാൻ തീരുമാനിച്ചിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. ബൽറാം നെടുങ്ങാടിയാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.